സുഹൃത്തുക്കളെ, നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് ചമ്മന്തികൾ കണ്ടു ശീലിച്ചിട്ടുള്ളവരാണ്, കഴിച്ചിട്ടുള്ളവരാണ്. തേങ്ങ ചമ്മന്തി, മാങ്ങ ചമ്മന്തി, പുതിന ചമ്മന്തി, ചെമ്മീൻ ചമ്മന്തി, അങ്ങനെ പലവിധ ചമ്മന്തികൾ നമ്മൾ ധാരാളമായി കഴിച്ചിട്ടുള്ളവരാണ്, മലയാളികൾ പ്രത്യേകിച്ച്. ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഒരു പുതിയ ചമ്മന്തി ചിക്കൻ ചമ്മന്തിയാണ്. ഈ ചൂടുകാലത്ത് കഠിനമായ വേനലിൽ കഞ്ഞിയോടൊപ്പം കഴിക്കാൻ ഒരു വ്യത്യസ്തമായൊരു ചമ്മന്തി നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഫർഹാസ് ഫാമിലി കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് ചിക്കൻ ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അതിന് വേണ്ടത് ചിക്കൻ, ബോൺലെസ് ചിക്കൻ ഒരു 250 ഗ്രാം, അതുപോലെ ചെറിയുള്ളി ഒരു 10-15, ഒരു ചെറുനാരങ്ങ നീര്, ഒരു കപ്പ് തേങ്ങ ചിരവിയത്, ഒരു 3-4 വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു കഷ്ണം ഇഞ്ചി. ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ചേർത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു ചിക്കൻ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം, ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഷാലോ ഫ്രൈ ആണ്. കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് കൂടുതൽ സമയം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 5-10 മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് നോക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇനി ഗ്രൈൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അത് പാകമായിട്ടുണ്ട്. ചെറിയ പീസുകളായിട്ടാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് അരയേണ്ട കാര്യമില്ല. ഈ രീതിയിൽ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ ചെറിയ പീസുകളായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നിർത്താം ഗ്രൈൻഡിങ്. ഓക്കെ, ചിക്കൻ ഗ്രൈൻഡ് ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് മറ്റ് ചേരുവകൾ, ചെറിയ ഉള്ളി, വറ്റൽമുളക്, തേങ്ങ, അതുപോലെ ചെറുനാരങ്ങ നീര്, ഇഞ്ചി മുതലായവയെല്ലാം ചേർത്ത് നമുക്ക് വീണ്ടും ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമ്മളിതിനകത്ത് മസാല, അതിൻ്റെ തേങ്ങയും ഉള്ളിയൊക്കെ ചേർത്തുള്ള അരച്ച് വെച്ച ഗ്രൈൻഡ് ചെയ്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം ഇതിനകത്ത് ചേർക്കും. ഓക്കെ, നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം അതിന് ഡ്രൈ ആയി. തേങ്ങാക്കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ, ഗ്രൈൻഡ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കുകയാണ്. അത് ചേർത്ത് നമ്മൾ നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. മലയാളികൾക്ക് ചമ്മന്തി എന്നും ആവേശമാണ്. പ്രത്യേകിച്ച് ചൂടുകാലത്ത് ചമ്മന്തി, കഞ്ഞിയോടൊപ്പമുള്ള ചമ്മന്തി, അതുപോലെ രാവിലെ ഇഡലിക്ക്, ദോശക്ക് ഒക്കെ ചേർത്ത് കഴിക്കുന്ന ചമ്മന്തി, പലതരം ചമ്മന്തികൾ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുണ്ട്, കഴിച്ചും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചമ്മന്തി, ചിക്കൻ ചമ്മന്തി, അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഇതൊരു പുതിയ വിഭവമായിട്ടാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ വരുന്നത്. നമ്മുടെ ചിക്കൻ ചമ്മന്തി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നമ്മൾ അതിനൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ
ഇതിനകത്ത് നമുക്ക് വാളംപുളി, നമ്മുടെ കറുത്ത പുളി ഉണ്ടല്ലോ, ടാമറിൻ, അതാണ് ഇതിനകത്ത് കൂടുതൽ അഡ്വൈസബിൾ ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളിതിനകത്ത് ചെറുനാരങ്ങ നീര് ചേർക്കുന്നുള്ളൂ. വളരെ തനിയെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ്, ടേസ്റ്റുള്ള ഫുഡാണ്. അതേസമയം കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റെന്ത് ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനും ഈ ചമ്മന്തി, ചിക്കൻ ചമ്മന്തി വളരെ രുചികരമായിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ഈ വീഡിയോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ പുതുമയാർന്ന വീഡിയോസ് നിത്യേന ലഭ്യമാക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.